നമസ്കാരം. നാം എല്ലാവരും മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്. പല വീടുകളിലും മരുന്നുകൾ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ജൻ ഔഷധി എന്ന സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മരുന്ന് 1000 രൂപയുടെ മരുന്നിന് തുച്ഛമായ 150 രൂപയാണ് നാം നൽകേണ്ടത്. ചില മരുന്നിന് ചെറിയ 1 രൂപ, 2 രൂപ, 5 രൂപ വ്യത്യാസം ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, 100 രൂപയുടെ മരുന്നിന് നമ്മൾ അവിടെ നൽകുന്നത് 15 രൂപ. ചില മരുന്നിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, എങ്കിലും 20 രൂപയ്ക്ക് താഴെ, 10 രൂപ മുതൽ 20 രൂപയ്ക്ക് താഴെ, 10 രൂപ മുതൽ 20 രൂപയ്ക്ക് താഴെയാണ് 100 രൂപയുടെ മരുന്നിന് നമ്മൾ നൽകേണ്ടി വരിക. ജൻ ഔഷധി എന്ന പ്രധാനമന്ത്രിയുടെ മെഡിസിൻ. ഈ മെഡിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയപ്പെടുന്നത് ഗുണമേന്മയുള്ള 600-ൽ പരം ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, മെഡിസിൻ. ഈ മെഡിസിൻ്റെ പ്രത്യേകത ഓവർ ഡോസ് ഉണ്ടായിരിക്കില്ല. ഒരുവിധം എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന മരുന്നാണ്. ഓവർ ഡോസ് ഉണ്ടായിരിക്കില്ല. അലർജി, പെട്ടെന്നുണ്ടാകുന്ന അലർജി, അതല്ലെങ്കിൽ ഈ ഒരു മരുന്ന് കഴിച്ചാൽ ചില മരുന്നുകൾ കഴിച്ചാൽ ചിലർക്ക് ഷുഗറൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം റിയാക്ഷനുകളൊന്നും തന്നെ ഉണ്ടാവാത്ത മരുന്നാണ് ജൻ ഔഷധി എന്നാണ് നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ഇന്ത്യയിലെ മരുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഈ ജൻ ഔഷധിയുടെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, രാജ്യത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ വൻ അഴിമതി. ജൻ ഔഷധി എന്ന പേരിൽ ജൻ ഔഷധി കമ്പനിയുടെ മരുന്നല്ല, 95% സ്ഥാപനങ്ങളിലും 95% മരുന്നുകളും. മനസ്സിലാവുന്നുണ്ടോ? പ്രധാനമന്ത്രിയുടെ ബോർഡ് വെച്ചിട്ട് ജൻ ഔഷധി മരുന്ന് ഗുണമേന്മയുള്ള 600-ൽ പരം ഉൽപ്പന്നങ്ങൾ എന്ന പേരും വെച്ച് 150-ഓളം 150-ന് മുകളിൽ സർജിക്കൽ ഉപകരണങ്ങൾ, ഇത്തരത്തിലുള്ള ബോർഡെല്ലാം വെച്ചിട്ട് ഇവർ ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങൾ, പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ബോർഡും വെച്ച്, ഗുണമേന്മയുടെ ബോർഡും വെച്ച് വിൽക്കപ്പെടുന്ന മരുന്ന് വേറെ ഏതോ കമ്പനിയുടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ, അലർജിയും പകർച്ചവ്യാധികളൊക്കെ വളരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൻ ഔഷധി എന്ന സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ജൻ ഔഷധിൻ്റെ ചിഹ്നം ഉണ്ടാവും. ആ ജൻ ഔഷധി എന്ന് അതിന്മേൽ എഴുതിയിട്ടുണ്ട്, ജൻ ഔഷധി മരുന്ന്. പ്രധാനമന്ത്രിയുടെ ജൻ ഔഷധി എന്ന മരുന്നിൻ്റെ ആ മരുന്നിൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും. ഇത് 10 വില വെറും 18 രൂപയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതുപോലൊരു ചിഹ്നം ഉണ്ടായിരിക്കും, ഇതുപോലുള്ള ഒരു ചിഹ്നം അതിൽ കാണിക്കും. അതാണ് ജൻ ഔഷധിയുടെ മരുന്ന്. ഈ ചിഹ്നം കാണിക്കാത്ത, ഇതാ ഇവിടെ കാണുന്ന ഈ ചിഹ്നം കാണിക്കാത്ത ജൻ ഔഷധിയുടെ മരുന്നല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അധിക കടകളിലും 160 രൂപ വില വരും, 150, 160, 170 വില വരും. ഇത് 18 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇടാം. ഇതുപോലുള്ള ഈ ചിഹ്നം ഉള്ളത് മാത്രമേ ജൻ ഔഷധിൻ്റെ ചിഹ്നമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ജൻ ഔഷധിയുടെ മരുന്നാണെങ്കിൽ ആ ചിഹ്നം ഉണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എത്തിക്കണമെന്ന് ഉസ്മാനിയ വളരെ ഖേദപൂർവ്വം അറിയിക്കുകയാണ്. കാരണം ജൻ ഔഷധി പ്രധാനമന്ത്രിയുടെ ബോർഡും വെച്ചിട്ട് ജൻ ഔഷധി എന്ന് മരുന്ന് പറഞ്ഞ് വിൽക്കപ്പെടുന്നത് ഏതോ, അതായത് ഇപ്പോൾ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള അനേകം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പല അലർജികളും
അപ്പോൾ ചില മരുന്നിന് പല രൂപത്തിലുള്ള അലർജി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഷുഗർ വരെ ഉണ്ടാവാൻ സാധ്യത ചിലർക്ക് ചില ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത് കൊണ്ടാണ്. എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർക്ക് ഷുഗർ വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത് കൊണ്ടാണ്. അലർജിയുള്ള ചില ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ടീച്ചർക്ക് ഷുഗർ വന്നതെന്ന് ടീച്ചർ പറയും. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയുന്ന കാര്യം, ഒരു കാരണവശാലും ഈ ജൻ ഔഷധിയിൽ കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് മരുന്നാണെങ്കിൽ ഞാൻ കാണിച്ച ഈ ചിഹ്നമില്ലാത്ത മരുന്നാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിമേ ജൻ ഔഷധി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഇതുപോലെ ജൻ ഔഷധിയുടെ ചിഹ്നം ഉണ്ടായിരിക്കും. ഈ ചിഹ്നം അതിൽ കാണിക്കുന്നില്ല എങ്കിൽ ആ മരുന്ന് ജൻ ഔഷധിയുടേത് ആവാൻ സാധ്യതയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജൻ ഔഷധിയുടെ മരുന്ന് ചോദിച്ചു മേടിക്കുകയും അതല്ലാത്ത പക്ഷം നിങ്ങൾ പല രോഗത്തിനും അടിമപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ പലരും പലതരത്തിലുള്ള മെഡിസിൻ ഉപയോഗിക്കുന്ന, നമുക്ക് ജൻ ഔഷധിയുടെ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി ഇന്ത്യ ഗവൺമെൻറ് 100 മരുന്ന് കമ്പനികളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അതിൽ നിന്ന് കുറഞ്ഞ വിലക്ക് നല്ല ഗുണമേന്മയുള്ള മരുന്ന് ഇന്ത്യ മൊത്തം സപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ വില കിട്ടിയാൽ മതിയല്ലോ. ഇന്ത്യ മൊത്തത്തിൽ സപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ലാഭം കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്ന 100 കണക്കിന്, അതിൽ ചിലപ്പോൾ 1000 കണക്കിന് കമ്പനികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്ന് വില കുറച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റാവുന്ന തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജൻ ഔഷധി. ആ ജൻ ഔഷധിയുടെ പേര് പറഞ്ഞ് വിൽക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജില്ലകളിൽ ചില മെഡിക്കൽ സ്റ്റോർ ഉടമകൾ തന്നെയാണ് തൊട്ടടുത്ത് ജൻ ഔഷധിയുടെ ബോർഡ് വെച്ച് ജൻ ഔഷധി തുടങ്ങിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഇപ്പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറിലെ മരുന്ന് ചിലവാകണം. അതിന് ജൻ ഔഷധി, വേറെ ആൾ ജൻ ഔഷധി അവിടെ കൊണ്ടുവന്നാൽ അവിടെ ഒറിജിനൽ ജൻ ഔഷധിയുടെ മരുന്ന് വിൽക്കും. ഒറിജിനൽ ജൻ ഔഷധിയുടെ മരുന്ന് അവിടെ വിൽക്കും. വേറെ ആൾ അവിടെ ജൻ ഔഷധി കൊണ്ടുവന്നാൽ അതിന് ജൻ ഔഷധിയുടെ ഏജൻസി ചില മെഡിക്കൽ സ്റ്റോറുകാരനാണ് ഏറ്റെടുക്കുക. അപ്പോൾ എന്താണ്? അവർക്ക് ഇഷ്ടപ്പെട്ട മരുന്ന് കൊടുക്കാം. ജൻ ഔഷധിൻ്റെ കവറുണ്ടാവും, വലിയ പാക്കറ്റ് ഉണ്ടാവും, ആ കാലി പാക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് നിറച്ച്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ജൻ ഔഷധി കമ്പനിയുടേതല്ലാത്ത വല്ല റിയാക്ഷനോ മറ്റോ, അതായത് ഓവർ ഡോസ് ഉള്ളതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, ജൻ ഔഷധിയുടേതല്ലാത്ത മരുന്നുകൾ വലിയ കവറിൽ നിറച്ചിരിക്കും. അത് എടുത്ത് കവർ ഇങ്ങനെ കാണിക്കും. അത് കണ്ടോ, ഇത് ജൻ ഔഷധി എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷേ ആ ഗുളികയുടെ ടേബിൾ ഇതുപോലെ ഞാൻ കാണിച്ച പോലെ, ഇതുപോലെ ആ ഗുളികയുടെ അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ബോട്ടലിൻ്റെ അതിൻ്റെ മുകളിൽ ഇതുപോലെ കുപ്പിയാണെങ്കിലോ മറ്റു ബോട്ടിൽ ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഇതുപോലെ ചിഹ്നം കാണിക്കും. ഈ ചിഹ്നം കാണിക്കുന്നതാണ് ജൻ ഔഷധി. ഈ ചിഹ്നം ഉണ്ടെങ്കിൽ മാത്രമേ അത് ജൻ ഔഷധി, ഇത് ജൻ ഔഷധി കമ്പനിയുടെ ചിഹ്നമാണ്. ഇതല്ലാത്ത മരുന്ന് ജൻ ഔഷധിയുടേതല്ല എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ജൻ ഔഷധിയുടെ ചിഹ്നമില്ലാത്ത മരുന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ ചോദിച്ചത് ജൻ ഔഷധിയുടേതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഡോസ്, മീഡിയം ഡോസുള്ള മരുന്നിന് പകരം ഓവർ ഡോസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ വല്ലതും ആയിരിക്കാം. ഷുഗർ വരെ വന്നെത്താൻ സാധ്യതയുണ്ട് പല കമ്പനിയുടെ മരുന്നിൽ നിന്നും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ടീച്ചർക്ക് വരെ ഷുഗർ വന്നിരിക്കുന്ന, എൻ്റെ ടീച്ചർക്ക് ഷുഗർ വന്ന കാര്യം വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആഴ്ചക്ക് ഇൻസുലിൻ അടിച്ചു കയറ്റണം. ഷുഗർ മൂത്ത് കഴിഞ്ഞാൽ ആഴ്ചക്ക് ഇൻസുലിൻ അടിച്ചു കയറ്റണം. പിന്നീട് ലാസ്റ്റ് ദിവസം 2 നേരം ഇൻസുലിൻ അടിച്ചു കയറ്റേണ്ടി വരും. അതുകൊണ്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാര്യം ഗൗരവമായിട്ട് എടുത്ത് വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ഉസ്മാനിയ വിനീതമായി അപേക്ഷിക്കുകയാണ്. കേരളം ഉടനീളം വൻ വഞ്ചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ, എത്രയോ വർഷങ്ങളായി ഇത് തുടങ്ങി വെച്ചിട്ട്, ഇന്ന് തുടങ്ങിയതൊന്നല്ല, എത്രയോ വർഷങ്ങളായി തുടങ്ങി വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അഴിമതിയുടെ പരിധി വിട്ട്, അതായത് 95% മരുന്നും ജൻ ഔഷധിൻ്റെ സ്ഥാപനത്തിൽ, ജൻ ഔഷധി കമ്പനിയുടെ മരുന്നല്ല, പ്രധാനമന്ത്രിയുടെ മരുന്നല്ല,
95% മരുന്നും അത് നമുക്കും ഒരുപാട് അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുകയാണ്, വളരെ ഗൗരവമായിട്ട് കണക്കിലെടുക്കണം. നിങ്ങൾക്ക് 1000 രൂപയുടെ മരുന്ന് 150 രൂപയ്ക്ക് ലഭിക്കും. പക്ഷെ നല്ല മരുന്നും ആയിരിക്കും, ഓവർ ഡോസ് ഉണ്ടായിരിക്കില്ല. ഇത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ മൊത്തം സപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ അഴിമതി നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചില മെഡിക്കൽ സ്റ്റോറുകാർ തന്നെ അപ്പുറത്ത് ജനൌഷധി അവരുടെ ബിനാമിയായിട്ട് തുടങ്ങി വെച്ചിരിക്കുക. അങ്ങനെ ബിനാമിയായിട്ട് തുടങ്ങി വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വേറെ ആൾ ഇവിടെ ജനൌഷധി സ്ഥാപനം കൊണ്ടുവന്നാൽ ഇവരുടെ മരുന്ന് അവിടെ ചിലവാകില്ല. ഇവർക്ക് ഒറിജിനൽ വേറെ ആൾ ജനൌഷധി സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒറിജിനൽ ജനൌഷധിയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ സ്റ്റോറിലെ മരുന്നൊക്കെ അവിടെ കെട്ടിക്കിടക്കും. ജനങ്ങൾക്ക് അസുഖം, ഈ പ്രധാനമന്ത്രിയുടെ മരുന്ന് വിൽക്കുമ്പോൾ മറ്റൊരു അസുഖം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ജനൌഷധിയുടെ മരുന്ന് കഴിക്കുമ്പോൾ ഒരസുഖം മാറുമ്പോൾ മറ്റൊരസുഖം വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് അതേസമയം നമ്മളിപ്പോൾ ഒരു പാരസിറ്റമോൾ കഴിക്കുകയാണ്, അത് തൽക്കാലം ഒന്ന് പനി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ശ്വാസം മുട്ട്, അതല്ലെങ്കിൽ മറ്റ് പല അലർജികൾക്കും കാരണമാകുന്ന അതിൻ്റെ ഗുളികയുടെ ടേബിളിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. പനി മാറാൻ പാരസിറ്റമോൾ തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് മാറുന്നതോടുകൂടി നിങ്ങൾക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് ആ ഗുളികയുടെ ടേബിളിൻ്റെ മുകളിൽ തന്നെ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. പലതിൻ്റെ മുകളിലും നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അസുഖം മാറുമ്പോൾ മറ്റൊരു അസുഖം വന്നാലേ മറ്റു മരുന്നുകൾ കൂടി ചിലവാകും. ഒരു മരുന്ന് കൊണ്ട് ഒരു അസുഖം മാറ്റിയ 2 രോഗം പല രൂപത്തിലും മറ്റ് 2 രോഗങ്ങൾ വരുത്തുന്ന രൂപത്തിലാണ് പല മരുന്നുകളും. അതുകൊണ്ട് തന്നെയാണ് ജനൌഷധിയുടെ മരുന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങിക്കോളൂ, നല്ലത് തന്നെയാണ്. പക്ഷേ ജനൌഷധിയുടെ മരുന്നാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഞാൻ ഒരിക്കൽ കൂടെ ആ ചിഹ്നം കാണിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് ജനൌഷധിയുടെ ചിഹ്നം. ഈ ചിഹ്നം നിങ്ങൾ വാങ്ങുന്ന ഗുളികൻ്റെ ബോട്ടിലിൻ്റെ മുകളിലോ അല്ല ഗുളികൻ്റെ ടേബിളിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ മുകളിലോ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തുമ്പോൾ നിങ്ങൾക്ക് അത് ജനൌഷധിയുടെ മരുന്നാണ്. ഇത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ 110 ഗുളികയാണ്. ഞാൻ ഈ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ 10 എണ്ണത്തിൻ്റെ റേറ്റ് എന്താണെന്ന് അറിയോ? 18 രൂപയാണ് 10 എണ്ണത്തിൻ്റെ റേറ്റ്. 18. ഇത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ 160 രൂപ മെഡിക്കൽ സ്റ്റോറുകാർക്ക് ലഭിക്കും. ഇത് നമ്മൾ പുറത്തു പോയി വാങ്ങുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകാർക്ക് 160 രൂപ കൊടുക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ 150 വേണ്ടി വരും, നല്ലതാണെങ്കിൽ. അപ്പോൾ അങ്ങനെ 150 കൊടുത്ത് നമ്മൾ വാങ്ങിയാലും അതിൽ നിന്ന് മറ്റ് പല രീതിയിലുള്ള അലർജികൾ, റിയാക്ഷനുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന് പല മെഡിസിനിലും മെഡിസിൻ്റെ ടേബിളിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പലതും. ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ സിഗരറ്റിൻ്റെ മുകളിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, സിഗരറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന രൂപത്തിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ത്യ രാജ്യത്ത് വിവിധ ഭാഗങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ നമുക്ക്. കേരളത്തിൽ മലപ്പുറം ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, കോഴിക്കോട് ജില്ല തുടങ്ങിയ വിവിധ തെക്കൻ ജില്ലയിലോട്ട് കുറവാണ്. തെക്കൻ ജില്ലയിലോട്ട് ഇത്തരം അഴിമതികൾ കുറവാണെന്ന് പറയാൻ കാരണം അവിടെയുള്ള ആളുകൾ ചോദ്യം ചെയ്യും. അവിടെയുള്ള ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ മലബാറുകാർ തരുന്നത് വാങ്ങാൻ കഴിക്കുക, പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. രോഗം വന്നാൽ ഗൾഫിൽ നിന്ന് പൈസ വരാണ്ടല്ലോ, അങ്ങനെ അങ്ങനെ മരുന്ന് കഴിച്ച് പോയാൽ മതി എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഷുഗറിന് അടിമപ്പെടാനും സാധ്യതയുണ്ട്. ഷുഗർ എന്ന രോഗത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ദിവസം 2 നേരം ഇൻസുലിൻ അടിച്ചു കയറ്റേണ്ടി വരും ഷുഗർ മൂത്ത് കഴിഞ്ഞാൽ. അതുമാത്രമല്ല, വിവിധ അലർജി രോഗങ്ങൾക്ക് കാരണമാകും. ജനൌഷധിൻ്റെ മരുന്ന് ഉപയോഗിക്കുന്നവർ ജനൌഷധിയുടെ മരുന്ന് തന്നെ ഉപയോഗിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു മരുന്നുകൾ മാറി ഉപയോഗിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്കിതാ ഞാൻ പറഞ്ഞല്ലോ, 1000 രൂപയുടെ മരുന്നിന് 150 രൂപയെ നൽകേണ്ടിയുള്ളൂ. ചില മരുന്നിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ 100 രൂപയുടെ മരുന്നിന് 15 രൂപ 18 രൂപ ഒക്കെ നൽകേണ്ടി വരുള്ളൂ. ചിലത് അതിലും കുറവായിരിക്കും. 100 രൂപയുടെ മരുന്നിന് നമുക്ക് 10 രൂപ മുതൽ 18 രൂപ വരെ ഒക്കെ വില വരുള്ളൂ.
150 രൂപയുടെ ഒരു ടേബിളാണ്, 10 ടേബിളാണ് ഞാൻ കാണിച്ചത്. അത് 160 രൂപ 170 രൂപയൊക്കെ പുറത്ത് വിൽക്കപ്പെടുന്നതാണ്. അതിന് 18 രൂപയാണ് വില. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ 1000 രൂപയുടെ മരുന്നിന് തുച്ഛമായ 150 രൂപ, അതിലും കുറച്ച് 100 രൂപയ്ക്ക് വരെ കിട്ടും ജനൌഷധിയുടെ മരുന്ന്. എന്നാൽ ഈ 150 രൂപയുള്ളത് ചിലത് 170 രൂപയും ആവാം. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചില മരുന്നിൻ്റെ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം രോഗം പടർന്ന് പന്തലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉസ്മാനി പറയാൻ കാരണം. ചുരുക്കത്തിൽ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണമെന്ന്, ലൈക്ക് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം.